മഴക്കാലം തുടങ്ങിയാൽ പിന്നെ മഴ എപ്പോഴാണ് തോരണത് വെയിലെപ്പോഴാണ് വരണത് എന്നുള്ള ഒരേ ഒരു കാത്തിരിപ്പാണ്. വെയിലെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പണി ഈ പണി എന്ന് പറഞ്ഞ് നെട്ടോട്ടം ഓടലും ചെയ്യലും മാത്രം. അങ്ങനെ ഒരു വെപ്രാളപ്പണികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയൊന്ന് തോർന്നപ്പം ഈ വരാന്ത ആകെ മെസ്സായി കിടക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്ന് അടുക്കിപ്പെറുക്കി വൃത്തിയാക്കാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. എന്ത് പണി ചെയ്യാൻ തുടങ്ങിയാലും കൊതുക് അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ താളം ചവിട്ടി നിൽക്കണത് കേട്ടാ. കൊച്ചിയല്ലേ, കൊതുകിൻ്റെ അയ്യര് കളിയാണ് ഇവിടെ. മമ്മയ്ക്ക് ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെ എന്ന് പൊന്നു ചോദിക്കാൻ തുടങ്ങിയിട്ട് 2-3 പ്രാവശ്യമായിട്ടാ. ഒരേ ചെടികൾ കണ്ടു മടുത്തത്രേ. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് മാറ്റിക്കളയാമെന്ന് കരുതി. ഡോറിൻ്റെ ഒരു സൈഡിലായിട്ട് ഫിലോഡൻഡ്രോൺ സനഡും മിൽക്കി ബാമ്പുമാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ അവരെ രണ്ടുപേരെയും അങ്ങോട്ട് പുറത്തേക്കാക്കി. അതുപോലെ അപ്പുറത്തെ സൈഡിൽ സൈക്കിളും അതുപോലെ 2 ഭരണി പെയിൻറ്റ് ചെയ്തത്, അതിൻ്റെ മുകളിൽ ചെടി, പിന്നെ കസേരകൾ കൂട്ടിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുറ്റത്തോ വരാന്തയിലോ ഇരുന്നാൽ നല്ല കാറ്റ് കിട്ടുമായിരുന്നു കേട്ടോ, ഒരു 5-6 വർഷം മുമ്പ് വരെ. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വന്നപ്പോഴേക്കും നമുക്ക് കാറ്റ് കിട്ടാനുള്ള വഴി തടസ്സപ്പെട്ടു പോയി. അമ്മ ഉണ്ടായിരുന്നപ്പം മണിക്കൂറുകളോളം ഈ വരാന്തയിൽ തന്നെ കസേരയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ വീട്ടിൽ ആര് വന്നാലും അകത്തിരിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഈ വരാന്തയിൽ ഇരിക്കുന്നതായിരുന്നു. നിറയെ പച്ചപ്പും ചെടികളും പൂക്കളും ഒക്കെ കണ്ടിരിക്കാനായിട്ട് ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. അങ്ങനെ വരാന്തയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് വെച്ച സനഡുവിനെ എന്തോ ഉപേക്ഷിച്ച പോലെ തോന്നിയിട്ട് വീണ്ടും കൊണ്ടുവന്ന സ്റ്റെപ്പിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് ഞാൻ വാട്ടർ ടാങ്കിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വരാന്ത ഒന്ന് കാണാൻ കൊള്ളാവുന്ന തരത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി യോണ്ടാൻ്റെ വികൃതികളാണ് ഇനി അടുത്തത് തുടങ്ങാൻ പോണത്. യോണ്ടാന് വേണ്ടിയിട്ട് അവിടെ ബേസ് ബോർഡിൻ്റെ ഒരു കൂട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതു നേരം അതിലാണ് യോണ്ടാൻ കിടക്കാറ്. എങ്കിലും ഞങ്ങളുടെ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നതാണ് യോണ്ടാന് പ്രത്യേക സുഖം. ഈ പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ അടിയനിയും കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷിച്ചെടുക്കാമെന്ന് കരുതി. കാരണം മഴ തകൃതിയായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ചില ചട്ടികളിൽ വെള്ളം തങ്ങി നിൽക്കാൻ തുടങ്ങി. അതങ്ങനെ തന്നെ തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ 2-3 മാസത്തെ മഴ കൊണ്ട് എൻ്റെ അടിയനിയും കുഞ്ഞുങ്ങളെല്ലാം ചീഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കുറച്ച് ദിവസം വിചാരിക്കുന്നത് എല്ലാം താഴേക്ക് എടുത്ത് വെക്കാം, ഷെയ്ഡിൽ വെക്കാമെന്ന്. പക്ഷേ ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടീനിയത്തിന് വളരെയധികം സൺലൈറ്റ് കിട്ടേണ്ട ഒരു പ്ലാന്റ് ആണല്ലോ. എന്നാൽ പിന്നെ വരാന്തയിൽ സ്റ്റെപ്പിൽ തന്നെ ആവട്ടെ എന്ന് കരുതി സ്റ്റെപ്പിലേക്കാണ് ഞാൻ എല്ലാം എടുത്ത് വെച്ചത് കേട്ടോ. 23 ചട്ടികളാണ് ഞാൻ ഇപ്പോഴെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയും 5-8 എണ്ണം ബേബി പ്ലാന്റ്സ് മുകളിലുണ്ട്. മദർ പ്ലാന്റ്സ് ഞാൻ അങ്ങനെ താഴേക്ക് ഇറക്കാറില്ല. കോഡെക്സ് ഒക്കെ വലുതായത് കാരണം നല്ല വെയിറ്റാണ് ആ ചട്ടി താഴേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവരെല്ലാം സുരക്ഷിതരാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.